നമുക്കൊപ്പം ശ്രീ മുരുകൻ കട്ടാക്കടയുണ്ട്. അപ്പം മുരുകൻ കട്ടാക്കടയുടെ കവിത ഏത് വേണം എന്നുള്ളതിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി ടി വി പ്രസാദ്. നിരവധി മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കവിതയെ ഇത്രയും മനോഹരമാക്കിയ കവി വേറെയുണ്ടോ എന്ന് സഫീറ ചോദിക്കുന്നു. ദെൻ ഡോക്ടർ ആദ്യമായിട്ടുള്ളൊരു കല്ലുകടിയും ഇല്ലാതെ കലോത്സവം ഇത്രയും ഭംഗിയായി പോകുന്നത് ഒരു രേണുക എന്ന കവിത പാടിയിൽ നന്നായിരുന്നുവെന്ന് അനീഷ് പോൾ പറയുന്നു. അരുൺ സാർ ഒരു കവിത പാടണം. അതായത് കലോത്സവത്തിന് മാറ്റുകൂട്ടി പന്തളം ബാലചേട്ടനും മുരുകൻ സാറും എന്ന് പറയുന്നു. ഓർമ്മിക്കുവാൻ നിനക്കെന്തു ഞാൻ നൽകണം, കേൾക്കാൻ ധൃതിയായി എന്ന് മനോജ് PV പറയുന്നു. കന്നഡയുടെ കവിത പാടണമെന്ന് ഷീജ സുരേഷ് പറയുന്നു. മനുഷ്യനാകണമെന്ന കവിത പാടിക്ക് അതെ വൈകുന്നേരം വരാനും ലിസ്റ്റ് തീരൂല. അതൊക്കെ ഒരു തരത്തിലുള്ള അനുഗ്രഹമാണ് അല്ലേ? ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. അതൊരു കവിക്ക് കിട്ടാത്തൊരു വലിയ അംഗീകാരമാണ്. യഥാർത്ഥത്തിൽ മുരുകൻ അത് കിട്ടുന്നു എന്നുള്ള വലിയ സന്തോഷം. നമ്മളുടെയൊക്കെ സൗഹൃദത്തിന്റെ ഒരു കാലം കൂടി ഓർമ്മിക്കാൻ കഴിഞ്ഞത് അതിലേറെ സന്തോഷം അല്ലേ? അപ്പൊ നമുക്ക് അത് മുരുകന് വിട്ടു നൽകുന്നു. ഏത് കവിത? നെല്ലിക്ക. കുട്ടികളുടെ ഇതായതുകൊണ്ട് നെല്ലിക്ക. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട്, മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട്. കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞുപോയുണ്ണി. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്, വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കവിത ആസ്വദിക്കുന്നതോടൊപ്പം ആ വരികൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ലേലമിട്ട് വിരുന്നുണ്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ലേലമിട്ട് കൊടുക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ സർഗ്ഗശേഷിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ലേലത്തിന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത കലോത്സവം അല്ലേ? എത്രയെത്ര കലോത്സവങ്ങൾ വന്നാലും എത്രയെത്ര ആഘോഷങ്ങൾ വന്നാലും കലോത്സവത്തിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും അല്ലേ? അപ്പോൾ ഞാനൊരു ഒരു പ്രേക്ഷകൻ പറയുന്നു, മുരുകൻ കട്ടാക്കടയുടെ കവിത ബാലൻ ചേട്ടനൊന്ന് പാടിയാലോ എന്ന് ചോദിക്കുന്നു. കേട്ടു, അങ്ങനെ പാടിയിട്ടുണ്ട് ഒരു പാട്ട് അല്ലേ? ആ പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം. ജോയ് ജോർജ് എന്നൊരു പ്രേക്ഷകനാണ് എഴുതുന്നത്. മുരുകൻ കട്ടാക്കട ഇഷ്ടം, കമലഹാസൻ, ശ്രീഹരി മാനവീയം പാട്ട് പാടാൻ പറയുന്നുണ്ട്. നടക്കില്ല. ഹരി അയ്യർ, ജോബി സെഡ് ഇറ്റ് റൈറ്റ് ആൻഡ് ട്രൂത്ത്. ഹരി അയ്യർ പറയുന്നു, ജോബി പറഞ്ഞൊരു അഭിപ്രായത്തോട് ഹരി അയ്യരുടെ ഒരു പോസിറ്റീവ് കമന്റ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു രക്ഷയുമില്ല മുരുകൻ കട്ട
കാട്ടാക്കട സൂപ്പർ എന്ന് PP മുഹമ്മദ് പറയുന്നു. ഒരു കവിത കൂടി ചൊല്ലിയിട്ട് പോയാൽ മതി, ഞങ്ങളുടെ ബാലേട്ടൻ്റെ കൂടെ ഒരു സോങ് വേണം എന്ന് പറയുന്നു സുമാ ഭാസ്കരൻ. രാജേഷ്, ഞാൻ ഡെൻമാർക്കിലിരുന്ന് കാണുകയാണ്, കവിത അതിമനോഹരമായിരിക്കുന്നു എന്ന് രാജേഷ് രാമചന്ദ്രൻ നായർ പറയുന്നു. ഇത് പുതിയ കവിതയാണോ എന്ന് ദീപ രാജേഷ് ചോദിക്കുന്നു. പുതിയ കവിതയാണ്, കുറച്ചു കാലമായ കവിതയാണ്. ആഹാ, പൊളിച്ചു സാർ, കവിതകളുടെ രാജാവ്. നൊസ്റ്റാൾജിയ കൂട്ടത്തിനോട് അസൂയ എന്ന് പറയുന്നു നമ്മളോടെ. അപ്പം അതൊക്കെ ഉണ്ടാവണം അല്ലേ, ഓർമ്മകളാണ്. അവർക്ക് ഏത് സമയത്ത് വന്ന് ചേർത്ത് പിടിച്ചാലും, ഇപ്പം മുരുകൻ കാട്ടാക്കടയുടെ മുന്നിൽ ആ സൗഹൃദത്തിന്റെ കാലത്തുള്ള ഏത് മനുഷ്യൻ വന്ന് പിടിച്ചാലും മുരുകൻ കാട്ടാക്കട ഇറങ്ങിപ്പോകാൻ പറയത്തില്ല. എന്തുണ്ട് എന്ന് ചോദിച്ചൊന്ന് ചേർത്ത് പിടിച്ചിട്ടേ വിടൂ. ശരിയല്ലേ? അതേപോലെ ജോബിയാണ്. ജോബി ഇപ്പോൾ റിട്ടയർ ഒക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴാണ് കുറച്ച് ആക്റ്റീവ് ആയത്. റിട്ടയർ ചെയ്ത് അറിഞ്ഞില്ലേ? ഒന്നുകൂടെ പറയണേ.